നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുവർണകാലം എന്ന് പറയുന്നത് ആ കുട്ടിക്കാലം തന്നെയാണല്ലേ. അച്ഛനും അമ്മയും അനിയനും അനിയത്തിയോ അല്ലെങ്കിൽ ചേട്ടനോ എല്ലാവരുമായിട്ട് പൂച്ചക്കുട്ടികളും ഒക്കെ ആയിട്ടുള്ളൊരു ആ ഒരു ജീവിതം ഭയങ്കര സന്തോഷമാണല്ലേ. ഒരു വിഷമങ്ങളും അറിയാതെ അച്ഛൻ്റെയും അമ്മയുടെയും കുടക്കീഴിൽ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുക. ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ പൂമ്പാറ്റനെ പോലെ പാരി പറന്ന് നടന്നാൽ മതിയോ? നിനക്ക് പഠിക്കൊന്നും വേണ്ടേ? പഠിച്ച് മിടിക്കാവണ്ടേ? നിനക്ക് ആരാവാൻ ആഗ്രഹം വലുതാവുമ്പോൾ? എടുത്ത വഴിക്ക് പറഞ്ഞു, എനിക്ക് അമ്മച്ചീനെ പോലെ ടീച്ചറായാൽ മതി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അതെന്താ നിനക്ക് അങ്ങനെ ടീച്ചറാവണമെന്ന്? അപ്പോൾ ആ പ്രായത്തിൽ ഞാൻ എൻ്റെ അമ്മേനെ ഒരു റോൾ മോഡലായി കണ്ടത്, എല്ലാ ദിവസവും രാവിലെ അമ്മ പുതിയ പുതിയ സാരികൾ ഉടുക്കുന്നു, ബാഗ് എടുത്ത് കോളേജിൽ പോകുന്നു, ടിഫിൻ പാക്ക് ചെയ്യുന്നു, എന്നിട്ട് എല്ലാ മാസം ശമ്പളം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് പുത്തനുടുപ്പ് മേടിച്ചു തരുന്നു, ഞങ്ങളെയും കൊണ്ട് ഒറ്റപ്പാലത്ത് പോകുന്നു, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ മേടിച്ചു തരുന്നു. അപ്പോൾ എൻ്റെ റോൾ മോഡൽ എന്നും അമ്മച്ചി തന്നെയായിരുന്നു. അച്ഛൻ മാഷാണെങ്കിൽ കൂടിയും അച്ഛയേക്കാൾ കൂടുതൽ ഞങ്ങളെ കൂടുതലും ശ്രദ്ധിച്ചിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം മേടിച്ചു തന്നിരുന്ന അമ്മച്ചി തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഡ്രീം അമ്മച്ചീനെ പോലെ ടീച്ചറാവാമെന്നായിരുന്നു. പക്ഷേ മുതിർന്നു കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോഴത്തേക്കും അച്ഛൻ ചോദിച്ചു, നിനക്ക് ആരാവാൻ ആഗ്രഹം? നിനക്കൊരു ലക്ഷ്യമില്ലേ? എടുത്ത വഴിക്ക് ഞാൻ അച്ഛനോടും അമ്മയോടും കൂടി പറഞ്ഞു, എനിക്ക് ഹൗസ് വൈഫ് ആയാൽ മതി. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, കുട്ടിക്കാലത്ത് ഞാൻ അച്ഛനും അമ്മയും ഒരുമിച്ച് കണ്ടിരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലാണ്. ഞാനൊരു ബോർഡിങ്ങിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഞാൻ വല്ലപ്പോഴും വീട്ടിൽ വരുമ്പോഴായിരിക്കും കാണുക. ആ സമയത്ത് ഞായറാഴ്ച മാത്രമാണ് അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവുക. വെള്ളിയാഴ്ച അമ്മച്ചി ഉണ്ടെങ്കിൽ അച്ഛൻ ഉണ്ടാവില്ല, ശനിയാഴ്ച അമ്മച്ചി ഉണ്ടെങ്കിൽ അച്ഛൻ ഉണ്ടാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് ഉള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ വെക്കേഷൻസിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുകയും എന്നിട്ട് സ്കൂൾ തുറക്കാറാകുമ്പോൾ തിരിച്ചു വരികയൊക്കെ ചെയ്യും. ഭയങ്കര സന്തോഷവും ഒക്കെയുള്ളൊരു സമയമായിരുന്നു അത്. മുതിർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഹൗസ് വൈഫ് ആവണം എന്ന് ആഗ്രഹിച്ച എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെയൊക്കെ ഡ്രീംസിനപ്പുറത്ത് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പിന്നീട് ഓർക്കുമ്പോൾ ഒരു സങ്കടത്തോടു കൂടി വിതുമ്പാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു ജോലിയുള്ളത് നല്ലത് തന്നെയാണ്. ഏതൊരു സ്ത്രീക്കും ഒരു ജോലി, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തും ചെയ്യാനുള്ളൊരു ധൈര്യവും കഴിവും അല്ലെങ്കിൽ പണം സമ്പാദിക്കാനുള്ള കഴിവും ഉണ്ടാവുക എന്നുള്ളത് ഒരു സ്ത്രീയെ അവൾക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അതായത് പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നമുക്ക് തോന്നും ഇട്ടിട്ട് പോയാലോ, അല്ലെങ്കിൽ ഈ ജീവിതം ശരിയല്ല എന്നൊക്കെ തോന്നുമ്പോഴും നമുക്ക് സ്വന്തമായിട്ട് പിടിച്ചു വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും അന്ന് നമ്മൾ അച്ഛനും അമ്മയും പറഞ്ഞ പോലെ ഒരു അധ്യാപിക ആയതുകൊണ്ട് മാത്രം, ഇന്ന് എനിക്ക് സമ്പാദിക്കാൻ പറ്റുന്നത് കൊണ്ട് മാത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. സോ എനിക്ക് എല്ലാവരും പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, ആസ് എ വുമൻ we have to be independent, we have to be self confident, we have to be self motivated. നമുക്ക് നമ്മുടെ കാലിൽ തന്നെ നിൽക്കാൻ പറ്റണം. നമ്മുടെ പുറമെ കാണുന്നത് ഒന്നും സത്യമുള്ളതല്ല. നമ്മുടെ കൂടെയുള്ളവരും ആരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്ന ഒരാൾക്കാരാണ് നമ്മൾ വിചാരിക്കരുത്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു പേന പെൻസിൽ പോലും നമുക്ക് മേടിച്ചു തരാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ എന്തിനാ അവരോടൊക്കെ നമ്മൾ ഇറക്കണം? നമുക്ക് ജോലിയുണ്ടെങ്കിൽ നമുക്ക് മേടിച്ചൂടെ? നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളും സാധിക്കാനായിട്ട് നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെയുള്ളപ്പോൾ, നമ്മളുടെ എന്താ പറയുക, മെൻ്റൽ പവർ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്ക് ജോലി ചെയ്ത് സമ്പാദിച്ച് നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു പൂർണ്ണ ധൈര്യവും നമ്മുടെ കൂടെയുള്ളപ്പോൾ, മനോധൈര്യം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരും ബ്ലഡിയറിവ് പറയുന്നത്? മറ്റുള്ളവർ ഡോമിനേറ്റ് ചെയ്യുന്നതിനോട് നമുക്ക് എതിർത്ത് നിന്നുകൂടെ? ശരിയാണ്, ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും ഡ്രീംസ് നമ്മൾ സാധിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളാകുന്നത്. ഇന്നെനിക്ക് അഭിമാനത്തോടെ പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ ഞാനൊരു അധ്യാപികയായി. പക്ഷേ അച്ഛൻ ആഗ്രഹിച്ച പോലെ അച്ഛൻ്റെ സ്കൂളിൽ അച്ഛൻ്റെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അച്ഛനിതെല്ലാം, അച്ഛൻ്റെ ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ടാവും എന്ന ഒരു ഭയങ്കരമായൊരു ആശ്വാസം, അല്ലെങ്കിൽ അച്ഛൻ്റെ ആ പ്രാർത്ഥനയും അച്ഛൻ്റെ അനുഗ്രഹവും ഞാൻ ഒരിക്കലും ഈ അധ്യാപികയായിട്ട് മാറില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ ആ സോളിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. എന്നും എൻ്റെ അച്ഛനോട് എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു കടപ്പാട് നമ്മുടെ അച്ഛനോടും അമ്മയോടും നമ്മൾ സൂക്ഷിക്കുക. അവരെ എതിർത്ത നിമിഷം, ആ നിമിഷത്തിൽ നമുക്ക് പറ്റിയ ഒരു വല്ലാത്തൊരു അബദ്ധമാണ് നമ്മൾ ഇന്ന് ജീവിതത്തിൽ നമ്മളെ ഒന്നും അല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ജോലി എന്നൊരു ഉത്തരവാദിത്തത്തിൽ എൻ്റെ അമ്മ കടുംപിടുത്തം പിടിച്ചതുകൊണ്ട് എനിക്ക് എല്ലാം ആകാനായിട്ട് പറ്റി. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, അച്ഛനും അമ്മയും ധിക്കരിക്കാതിരിക്കുക, അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കുക. നമുക്ക് നല്ലതേ വരൂ. ഇന്ന് നമ്മൾ അവരെ ധിക്കരിക്കുന്നു, അവർ പറയുന്ന വഴി നമ്മൾ ഇന്ന് വ്യതിചലിച്ച് മാറുന്നു, നമുക്കിന്നും ദുഃഖം മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അച്ഛനമ്മേനെയും മാതാപിതാവ് ഗുരുദേവോ ഭവ അല്ലേ.